പല്ലിയപ്പം കുളിയൊന്നുമില്ലേ? ബാ ചായ കുടിക്ക്. ഞങ്ങൾക്കൊന്നും വേണ്ട. ഓ അച്ഛൻ പോയ വിഷമമായിരിക്കും അല്ലേ? ശിവ കേശു വാ വന്നേ. എന്റെ അമ്മ ഞങ്ങൾ ഇപ്പൊ പൊട്ടിക്കരയെന്നുള്ള രീതിയിൽ ഇരിക്കുക. അമ്മ ഒന്ന് പോവോ? എന്നാലും അച്ഛനെന്നിലെ ഇച്ചിരി ഓവറായി, അത് സത്യമാ. പക്ഷെ അമ്മയ്ക്ക് ഒരു തവണയെങ്കിലും കന്യാകുമാരിയെ അച്ഛനെ വിളിക്കാമായിരുന്നു. അമ്മ ലേറ്റ് ആയി അച്ഛൻ പേടിച്ചുപോയി. അതിന്റെ ദേഷ്യം അച്ഛൻ ഇതിലെ കാണിച്ചേ. പിന്നെ രാത്രി വേറൊരാളുടെ കാറിൽ കയറി വന്നത് അച്ഛൻ ഇഷ്ടപ്പെട്ടില്ല. അതിലും കാര്യമുണ്ട്. ഇപ്പോഴത്തെ കാലം അങ്ങനെയാണേ. നിർത്ത്. നീ പോരോന്ന് പറഞ്ഞു പറഞ്ഞ അമ്മയുടെ തലേ കുറ്റം കയറ്റി വെക്കാൻ ശ്രമിക്കണ്ട. നീ മിണ്ടരുത്. ലിപ്സ്റ്റിക്കിനും പൊട്ടിനും വേണ്ടി നീ അമ്മ ഒട്ടി നിൽക്കും. അത് ഞങ്ങൾക്ക് അറിയാം. അച്ഛൻ്റെ കയ്യിൽ കാശില്ല, അത് അച്ഛനൊന്നും വാങ്ങിച്ചതായിരിക്കുന്ന. ഞങ്ങൾക്ക് അച്ഛനൊന്നും ഒരുപോലെ തന്നെ. ഞങ്ങൾ ഞായത്തിന്റെ കൂടെ നിൽക്കുള്ളൂ. അമ്മ അച്ഛനോട് ഇറങ്ങി പോകാൻ പറഞ്ഞ കുറച്ച് ക്രൂരായി പോയിട്ടോ. അതെ, അമ്മ ക്രൂര തന്നെയാ. അമ്മയാണല്ലോ ക്രൂരായിപ്പോ. കുറച്ച് കൂടിപ്പോയില്ലേ? ഞാൻ കുറച്ച് ഇമോഷനായി പോയി. ദൈവമേ, ഇനിയിപ്പൊ അമ്മ വല്ലതും. മിണ്ടരുത്. 50 പൈസയുടെ മിഠായി വാങ്ങിച്ചെന്ന് എന്തിനും കൂട്ടുവെക്കുന്നോളാ നീ. എന്റെ ദൈവമേ, ഞാൻ ഇനി എന്റെ അച്ഛൻ എവിടെ പോയി തിരക്കുവോ എന്തോ. നീ എങ്ങും തപ്പം പോണ്ട. ദേ അച്ഛൻ വരുന്നുണ്ട്. അച്ഛാ 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 അച്ഛാ. വേണ്ട തൊടണ്ട. ഞാൻ നിങ്ങൾ ആരുമല്ല, അതെനിക്ക് ഇന്നലത്തോടെ മനസ്സിലായി. പ്ലീസ് ദയവേത് ശല്യപ്പെടുത്തല്ലേ. പ്ലീസ് പ്ലീസ്. അച്ഛാ അച്ഛാ വാ. അമ്മേ അച്ഛൻ വന്നു. വന്നല്ലേ? അല്ലേലും എനിക്കറിയാം വരുമെന്ന്. പോയാലേ എവിടം വരെ പോവാനാ? ആ ബസ് സ്റ്റാൻഡിൽ പോയി നിന്നിട്ട് രാത്രി അവിടെ കിടന്ന് തുടങ്ങിയിട്ട് രാവിലെ കഴിഞ്ഞിട്ട് പോകുന്നതായിരിക്കുള്ളൂ. അമ്മ വാ വാ. ഞാൻ എന്തിനാ വരണേ? അമ്മ ഒന്ന് അച്ഛനോടൊന്ന് സംസാരിക്കേ. ഞാൻ എന്തിനാ സംസാരിക്കുന്നേ? അമ്മ എന്തായാലും വാ. അമ്മേ ഞാൻ അച്ഛൻ കുറച്ച് ഗൗരവത്തില്ല. എന്താ? നമ്മളൊന്നും അച്ഛൻ്റെ ആരുമല്ലെന്നാ പറയുന്നേ. നമ്മളാരുമില്ല. പിന്നെ അച്ഛൻ ഇങ്ങോട്ട് വന്നേ. ബാ അമ്മേ. എന്റെ അമ്മ എന്തായാലും വാ സംസാരിക്കാം. വാ വരാൻ. അച്ഛാ അച്ഛാ വാ ചായ കുടിക്കാം. വാ അച്ഛാ ചായ കുടിക്കാം. ചായ ഞാൻ കടയിൽ നിന്ന് കുടിച്ച്. അച്ഛാ, അമ്മ അപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നലെ രാത്രി ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ. അയ്യോ, അപ്പം വേണ്ട, മുട്ടക്കറി വേണ്ടേ. എന്നെ ഉപദ്രവിക്കാതെ പോയാ മതി. നിക്ക്. മേലാൽ ഇനി എന്റെ കാര്യങ്ങളിൽ ഇടപെടാനോ എന്നെ ശല്യപ്പെടുത്താനോ വരരുത്. വയ്ക്കോ മാറേ. അമ്മേ, അച്ഛൻ വീണ്ടും സാധനം വിറ്റ് കള്ളു കുടിക്കാൻ പോവാന്നാ തോന്നുന്നേ. ദൈവമേ, പണിയായാ? അച്ഛൻ കുടിച്ചിട്ടാ വരുന്നെങ്കിൽ ഞാൻ എന്തായാലും അമ്മൂടെ വീട്ടിൽ പോകും. അത് ഉറപ്പാ. തട്ടുകളൊക്കെ കയ്യിലുണ്ടല്ലോ. അച്ഛാ, ഇതെന്താ ഇത്? കണ്ടറിഞ്ഞൂടെ ചട്ടിക്കലോ? എന്തിനാ അച്ഛത്? കഞ്ഞി കഴിക്കാനടാ. അല്ല, അതിനമ്മ ഇവിടെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടല്ലോ. അയ്യോ, ആ ഫുഡ് നിങ്ങൾ കഴിച്ചോ. അച്ഛന് വേണ്ട, ദഹിക്കൂല. അച്ഛനുള്ളത് അച്ഛൻ ഉണ്ടാക്കിക്കോളാം. ഒരു വീട്ടിൽ 2 അടുപ്പ് വെക്കേണ്ടി വന്നാൽ നടപടി പെട്ടെന്ന് എടുക്കണം. പിന്നെ മനസ്സിൽ തീയാറ്റി 2 കൂട്ടരെ അടുപ്പ് എത്തിച്ചാലേ വീട് നിന്ന് കത്തും. ശിവ, അങ്ങനെയാണെങ്കിൽ എല്ലാം പപ്പാതി ആക്കണം. വാടക, കറണ്ട് ബില്ല് എല്ലാം. കേശു, ആ അത് ശരിയാണെടാ. ഇത് അച്ഛൻ മുമ്പേ ആലോചിക്കണ്ടായിരുന്നു. എടാ, കളഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ച ആൾക്കാരുടെ മുമ്പിൽ ഞാനൊരു ഭർത്താവ് 4-5 പിള്ളേർ തന്തയില്ലടാ. അവസാനം അവർ ചോദിക്കും, എന്ത് ബാലു പ്രാരാബ്ദം മുത്ത് പറക്കാൻ പറ്റാത്ത പിള്ളേരെ കളഞ്ഞിട്ട് പോയി, എന്തിന് സൂക്ഷിക്കാൻ പോയെന്ന് ചോദിക്കും. ഇവിടെ പെണ്ണുങ്ങൾ പറഞ്ഞല്ലേ വേദവാക്യം. അവസാനം എന്നെ കോടതി കയറ്റും, ജയിലിൽ അടയ്ക്കും. അങ്ങനെ എൻ്റെ നാശം കണ്ടിട്ട് ഇവിടെ ആരും സൂക്ഷിക്കാൻ നോക്കണ്ട. മോളെ ശിവ, ചട്ടിയും കലവും തവിയും കൊണ്ട് അടുക്കളയിൽ ഒന്നും ആവൂല. കേശു, നീ വാ. അത് അച്ഛൻ്റെ പുതിയൊരു അറിവാണ്. ഉപ്പോട്ട് കർപ്പൂരം വരെ വേണം പാചകം ചെയ്യണമെങ്കിൽ. ഞാൻ ഇന്നലെ ജനിച്ചവനൊന്നുമല്ല, എനിക്കും അറിയാൻ കാര്യങ്ങൾ. അരി, പച്ചക്കറി, വെളിച്ചെണ്ണ, മഞ്ഞപ്പൊടി, മുളകുപൊടി, മല്ലിപ്പൊടി, ജീരകം, വെളുത്തുള്ളി, കായം വരെ വേണം അടുക്കളയിൽ കുക്ക് ചെയ്യാൻ. ഇതാരും അവിടെ നിന്ന് എടുക്കാന്ന് വിചാരിക്കണ്ട. ഒരേ സമയം 4 പെണ്ണുങ്ങൾ ഒരുമിച്ച് പെരുമാറുന്ന അടുക്കളയുള്ള കുടുംബത്തിൽ നിന്നാണ് ഈ ബാല് വന്നത്. അതുകൊണ്ട് ഈ അടുക്കള മഹാത്മ്യം പറഞ്ഞ് എന്നെ വരട്ടാൻ നോക്കണ്ട. കേട്ടാ കേട്ടാ. തീ ഇല്ലാതെ ഒന്നും വേവൂലല്ലോ. ഗ്യാസ് കണക്ഷൻ എൻ്റെ പേരിലാ. അതിന്റെ ക്യാഷ് കൊടുക്കുന്നതും ഞാൻ തന്നെ.